ഗൈസ് അങ്ങനെ ബാലൻ ദി ബോയ്, പഴയ ബാലമല്ല, ആദ്യത്തെ ശബ്ദ സിനിമ ബാലൻ വേറെ ഉണ്ട്, അതല്ല, ചിദംബരത്തിൻ്റെ മഞ്ഞുമൽ ബോയ്സ് ജാനേമൻ എന്ന സിനിമകളുടെ സംവിധായകനായ ചിദംബരത്തിൻ്റെ മൂന്നാമത്തെ സിനിമയാണ്. ഈ സിനിമേൻ്റെ ഒരു ക്രൂ കാസ്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പുതുമുഖങ്ങളുണ്ട്. ഞാൻ കുറേ പുതുമുഖങ്ങളെ കണ്ടു, എന്നാലും നമുക്കറിയാവുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡാണ് എന്നെ ഞെട്ടിച്ചത്. ഒന്നാമത് ചിദംബരത്തിൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ നമ്മളെന്തായാലും കാണും. ഒപ്പം റിട്ടൺ ബൈ ജിത്തു മാധവൻ, സിനിമാറ്റോഗ്രാഫി ബൈ ഷൈജു കാൻ്റെത്, മഞ്ഞുമലൊക്കെ ചെയ്ത വച്ചാൽ തന്നെ, മ്യൂസിക് ബൈ അവർ ഓൺ സുഷിൻ ശ്യാം, എഡിറ്റഡ് ബൈ വിവേക് ഹർഷദ്, പ്രൊഡക്ഷൻ ഡിസൈനർ അജയൻ ചാളിശ്ശേരി. ഇതൊന്നും പോരാഞ്ഞിട്ട് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന വേറെ 2 ഡയറക്ടേഴ്സ് ഉണ്ട്, ജീൻ പോൾ ലാൽ ജൂനിയർ, പിന്നെ ഗിരീഷ് ഏടി, നമ്മുടെ പ്രേമലു തണ്ണീർമത്തൻ്റെ ഒക്കെ ഡയറക്ടറായ ഗിരീഷ് ഏടി ഈ സിനിമയിൽ ഒരു അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. അത് നല്ല രസമായിരുന്നു. പുള്ളിക്കൊക്കെ കൊടുത്തിരിക്കുന്ന റോള് പുള്ളിയൊക്കെ ഇത്രയൊക്കെ നല്ലോണം ചെയ്യുമെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. നല്ല രീതിക്ക് പുള്ളിയൊക്കെ ആ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ അപ്പിയറൻസ് ടൊവിനോ തോമസ്. അത് എത്ര പേർക്ക് അറിയാതെ എനിക്ക് അറിഞ്ഞുകൂടാ. ട്രെയിലറിൽ നോട്ടീസ് ചെയ്തവരുണ്ടാവും. ഒരു മിനായം പോലെ ഒറ്റ ഷോട്ട് മാത്രം ടൊവിനോനെ കാണിച്ചിട്ട് ഞാനാണ് കണ്ടപ്പോൾ ഇത് ടൊവിനോ അല്ലേ. പിന്നെ എനിക്ക് റിവൈൻഡ് അടിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ സിനിമയെ കുറിച്ചാണ് ഇതിൻ്റെ കാസ്റ്റ് മെയിനായിട്ട് ചെയ്തിരിക്കുന്നത്. ഫർസാന പാലത്തിങ്കൽ, ഈ പുള്ളിക്കാരി വേറെ ഏത് സിനിമ ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്കൊരുമാതിരി പുള്ളിക്കാരിൻ്റെ എക്സ്പ്രഷൻസും ഒരു മാനറിസവും ആ മകൻ്റെ അടുത്തുള്ള സംസാരത്തിൻ്റെ ഒരു ശൈലിയും ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മളങ്ങ് എന്തൊക്കെയോ ഒരു മിസ്റ്ററി എലമെൻറ്റ്സ് സിനിമയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്കിങ്ങനെ തോന്നും. ആ ഒരു ലെവൽ, ഒരു കിടിലൻ സട്ടിൽ ആക്ടിങ് കിണ്ണനായിട്ട് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ ബാലനായിട്ട് അഭിനയിച്ച ആദിശേഷൻ KR. പിന്നെ ഈ സിനിമയിൽ ബീന ആന്റണി അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഫസ്റ്റ് ഹാഫിൽ ഒരു അമ്മച്ചിയുണ്ട്, പുള്ളിക്കാരിയുടെ പേര് എനിക്ക് നോക്കിയിട്ട് കിട്ടുന്നില്ല. അടിപൊളിയായിരുന്നു പുള്ളിക്കാരിൻ്റെ ഡയലോഗ്സും എന്താ പറയുക, തലമൂത്ത ഒരു അമ്മച്ചീൻ്റെ ആ ഒരു ഭാവങ്ങളും അതൊക്കെ നല്ല രസമായിട്ട് തന്നെ അവർ കാണിച്ചിട്ടുണ്ട്. ഈ സിനിമേൻ്റെ ഫസ്റ്റ് ഹാഫ് എന്താ പറയുക, ഒരമ്മയും മകനും പല നാട്ടിൽ പോകുന്നു, പല ഐഡൻറ്റിറ്റിയിൽ പോകുന്നു. സത്യം പറഞ്ഞാൽ ഐഡൻറ്റിറ്റി ഇല്ല, പല പേരിൽ രണ്ടുപേരും പോകുന്നു, ഇന്ന സ്ഥലങ്ങളിൽ പോകുന്നു. എന്ന് വെച്ചാൽ ഇവരുടെ ഒരു മെയിൻ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് മോനും അമ്മയും ഇത്രേ ഉള്ളൂ, നമ്മുടെ ഇടയിൽ വേറെ ആരും വേണ്ട എന്ന് കുറച്ച് തീരുമാനമെടുത്ത 2 പേര്. അവർ ഓരോ നാട്ടിൽ പോയി ഓരോ പണി ചെയ്തു, ഓരോ പേരിലും ഇങ്ങനെ നടക്കുന്നു. അങ്ങനത്തെ ഒരു സംഭവമാണ്. ബാക്കി ഞാൻ പറയുന്നില്ല. പിന്നെ കുറേ സീരീസ് ഓഫ് ഇവൻറ്റ്സ് ഉണ്ടാവുന്നു, അതിൻ്റെയൊക്കെ മറുകഥകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അങ്ങനെയുള്ള സംഭവമാണ്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് നമുക്ക് എന്താ പറയുക, പടം സ്വിച്ചിട്ട പോലെ ഒരുമാതിരി ഒരു മിസ്റ്ററി ത്രില്ലർ അല്ലെങ്കിൽ എന്ത് സംഭവം നമുക്കിനി ഉണ്ടാവും, നമുക്കൊരു എഡ്ജ് ഓഫ് ദി സീറ്റ് എക്സ്പീരിയൻസ് ഒക്കെ തരുന്ന രീതിയിൽ ഫസ്റ്റ് ഹാഫ് അമ്മാതിരി പോക്ക് പോയി. സെക്കൻഡ് ഹാഫ് എത്തിയപ്പോഴത്തേക്കും സിനിമ വേറൊരു സിനിമയായിപ്പോയി. ലൈക്ക് ഫസ്റ്റ് ഹാഫ് ഞാനിപ്പോൾ പറഞ്ഞ ഒരു മിസ്റ്ററി ത്രില്ലിങ് എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ്ലി പ്യുവർ ക്ലാസിക്, പ്യുവർ ഇമോഷണൽ, ആ ഒരു ഡ്രാമാറ്റിക്കലി സിനിമ വന്നു. സെക്കൻഡ് ഹാഫിലാണ് ടൊവിനോ വരുന്നത്. സെക്കൻഡ് ഹാഫിൽ ചെയ്തിരിക്കുന്ന പയ്യൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പടം വെൽ ക്രാഫ്റ്റഡ്, വെൽ റിട്ടൺ. അത് നല്ലൊരു കഥേനെ ഇങ്ങനത്തെ ഒരു ശൈലിയിൽ നമുക്ക് വേറെ ഇപ്പോൾ സെക്കൻഡ് ഹാഫൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു പോയിന്റ് കഴിഞ്ഞാൽ നമുക്ക് പ്രഡിക്റ്റബിൾ ആയി തുടങ്ങും. ഇനി എന്താ സംഭവം നടക്കാൻ പോകുന്നത്, ഇത് ഏത് രൂപേണയാണ് ഇവർ പ്രസൻറ്റ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇവരുടെ മേക്കിംഗ് ശൈലി വേറൊരു രീതിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമൽ നീരത് പടമൊക്കെ കാണുന്ന പോലത്തെ ആ ഒരു ടോൺ നമുക്ക് ഫസ്റ്റ് ഹാഫിലൊക്കെ തോന്നും. യോബിൻ്റെ പുസ്തകമോ ബൊഗെയിൻ വില്ലയോ അതിലൊക്കെ കാണുന്ന പോലത്തെ ഒരു മേക്കിംഗ് ശൈലി അതേപടി നമുക്ക് ഇവിടെ തോന്നുന്നുണ്ട്. മോശമായിട്ടില്ല ഞാൻ പറയണേ, പക്ഷേ കിടിലൻ. കുറേയൊക്കെ അവർ സ്റ്റാറ്റിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, സ്റ്റാറ്റിക് ഷോട്ട്സാണ് എടുത്തിട്ടുള്ളത്. അതും കുറേ നല്ല ഫ്രെയിംസ് ഉണ്ട്, നമുക്ക് അടിച്ച് വാൾപേപ്പറാക്കി ഫോണിലും PC-യിലൊക്കെ ഇടാൻ പറ്റുന്ന അമ്മാതിരി സാധനങ്ങളൊക്കെ ഉണ്ട് സിനിമയിൽ. അതേപോലെ തന്നെ മ്യൂസിക് വേറെ ലെവലായിരുന്നു. ആ താക്കോൽ എന്ന് പറഞ്ഞൊരു പാട്ട് ഭയങ്കര രസമായിരുന്നു, ആ ഒരു ബാലൻ്റെ വോയിസ് കേൾക്കാനായിട്ട്. അതാണ് ആ ഒരു എന്താ പറയുക, കൊച്ചിൻ്റെ POV എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ എലമെൻസിലോട്ട് ഞാൻ ഇറങ്ങേണ്ടി വരും. അങ്ങനെ ഞാൻ പറയുന്നില്ല. പക്ഷേ വെൽ ക്രാഫ്റ്റഡ്, വെൽ എക്സിക്യൂട്ടഡ്, നല്ല ഒരു കഥ, അതിനെ നല്ലൊരു തരത്തിൽ തന്നെ അവർ കാണിച്ചിട്ടുണ്ട്. ഈ സിനിമ കാണാൻ പറ്റിയ സ്ക്രീൻ എന്ന് പറയുകയാണെങ്കിൽ കൊച്ചി ഫോറം മോളിലുള്ള PXL സ്ക്രീനാണ്, സ്ക്രീൻ 4 PXL ആണ്. അവിടെയാണ് ഈ സിനിമ കാണേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ സ്ക്രീനിൽ നിങ്ങൾക്ക് സിനിമ കാണാം. അല്ലാത്ത പക്ഷേ നിങ്ങൾ വേറെ
ഒരുവിധം ഏത് തിയേറ്ററിൽ പോയാലും ഈ മൾട്ടിപ്ലക്സിലൊക്കെ അത്യാവശ്യം ചില തിയേറ്റേഴ്സിലൊക്കെ ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനുകളുണ്ട്, നിങ്ങൾക്ക് ഫുൾ സ്ക്രീൻ കാണാൻ പറ്റും. അല്ലാതെ പുറത്തുള്ള ഏത് തിയേറ്ററിൽ നിങ്ങൾ പോയാലും നിങ്ങൾക്ക് സ്ക്രീൻ ഇത്ര ഉണ്ടെങ്കിൽ സിനിമ ഇത്ര ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് പൈസ കൂടുതലാണെങ്കിൽ പോലും നമുക്ക് പക്ക ഒരു എഫക്റ്റ് കിട്ടും ഈ സിനിമേൻ്റെ. അത് നല്ല സീറ്റിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ഞാൻ പറഞ്ഞില്ല, സൗണ്ട് ഡിസൈനൊക്കെ വേറെ ലെവൽ. അത് ആരാണാവോ സൗണ്ട് ഡിസൈൻ ചെയ്തത്? ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഷിബിൻ TC, സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ഷിജിൻ മെൽവിൻ ഹ്യൂട്ടൺ, ടോബി ജോസ്, ഷഹബാസ് ഖാൻ. സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വേറെ ലെവലിൽ ടെക്നിക്കലി ടോപ്പാണ് പടം. കഥാപരമായിട്ടും പെർഫോമൻസ് ലെവല് ജീൻ പോൾ ലാല്, ടൊവിനോനൊക്കെ വേറൊരു രീതിയിലായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. കാരണം നമ്മള് സ്ഥിരം കാണുന്ന പോലെ ഉള്ളൊരു ടൊവിനോന്റെ എന്താ പറയുക ഒരു ശൈലിയോ അമ്മാതിരി ഒരു സംഭവമൊന്നുമല്ല. അത്യാവശ്യം മിഡിൽ ഏജ്ഡ് മാനാണ് നമുക്ക് തോന്നിക്കും. സാധാരണ സിനിമയിലൊക്കെ പുള്ളി എന്താ പറയുക ഒരു 10-30 വയസ്സ് കൂടിപ്പോയാൽ തോന്നി. ഇത് പക്ഷെ അത്യാവശ്യം നല്ല പ്രായവും തോന്നിക്കുന്നുണ്ട്. അതിൻ്റെതായ ശരീര സ്വഭാവങ്ങളും കാര്യങ്ങളും ബോഡിക്ക് കുറച്ച് ഫാറ്റൊക്കെ കൊടുത്ത് അതൊക്കെ എങ്ങനെയാണ് ചെയ്യാന്ന് എനിക്കറിയില്ല. ഇനി പുള്ളി പഴയ തങ്കലിലെ അമീർ ഖാനെ പോലെ ഫുഡ് അടിച്ച് തടി കൂട്ടിയതാണോന്ന് പോലെ എനിക്കറിയില്ല. അമ്മാതിരി നല്ല രീതിക്ക് എല്ലാ വശങ്ങളും, മ്യൂസിക് ആയാലും അതിൻ്റെ വഴിക്ക് അടിപൊളി, നല്ലവണ്ണം പണിയെടുത്ത് ചെയ്ത ഒരു സിനിമ. 2 വർഷം കാലയളവെടുത്ത് പുള്ളിക്ക് മഞ്ഞുമൽ ബോയ്സിന് ശേഷം ഈ സിനിമ എടുക്കാനായിട്ട്. അതും ഒരിടത്ത് പോലും പാളിയിട്ടില്ല. അവർ എന്തൊക്കെ കൊടുത്തോ അതിൻ്റെ ബഡ്ജറ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല. അത് നല്ല രീതിക്ക് എഫക്റ്റീവായിട്ട് ഈ സിനിമയിൽ അവർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ബാക്കിയുള്ള എല്ലാവരും സിനിമ കണ്ടിട്ട് തീരുമാനിക്കുക. ഞാൻ പറഞ്ഞ പോലെ സിനിമ കാണാൻ ബെസ്റ്റ് സ്ക്രീൻ എന്ന് പറയുന്നത് PXL ആണ്. ബാക്കിയുള്ളിടത്തൊക്കെ പോയിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കുക എന്ത് ചെയ്യണം. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ അവരുടെ പൈസേൻ്റെ കാര്യമൊക്കെ പോലെ എല്ലാവരും തീരുമാനിച്ച് സിനിമ കാണുക. അത്രേ പറയുള്ളൂ. ഹാറ്റ്സ് ഓഫ് മാൻ ചിദംബരം.